ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടൊരു കേക്കിൻ്റെ റെസിപ്പിയാണ്. ചോക്ലേറ്റ് കേക്കാണ്. ഇതുവരെ ആരും ഉണ്ടാക്കാത്തവരാണെങ്കിലും ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. മൈദയോ മുട്ടയോ ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. വെറും 3 ചേരുവകൾ മാത്രം മതി. കേക്ക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പൊതുവേ ഇഷ്ടമുള്ള ഒരു കാര്യമല്ലേ. ആർക്കാണ് കേക്ക് ഇഷ്ടമില്ലാത്ത? അതും സ്പെഷ്യലായിട്ട് ചോക്ലേറ്റ് കേക്ക് ആണെങ്കിൽ ആരും വിടില്ലല്ലോ അല്ലേ. അപ്പോൾ അത് വീട്ടിൽ തന്നെ നമുക്ക് വളരെ കുറച്ച് ചേരുവകൾ വെച്ച് ഉണ്ടാക്കാൻ പറ്റിയാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്കൊരു ഒറിയോ ബിസ്ക്കറ്റാണ് വേണ്ടത്. നമ്മൾ മൈദയൊന്നും ചേർക്കുന്നില്ല, ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ബിസ്ക്കറ്റ് ഏതെങ്കിലും ഒരു ചോക്ലേറ്റ് ഫ്ലേവറുള്ള ഒരു ബിസ്ക്കറ്റ് എടുക്കുക. ഞാൻ അതിൻ്റെ ക്രീം ഒന്നും മാറ്റുന്നില്ല, ക്രീം വെച്ച് തന്നെയാണ് ആ ബിസ്ക്കറ്റിൻ്റെ ഫുൾ പാക്കറ്റിലുള്ള എല്ലാ ബിസ്ക്കറ്റും ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്രീം ഞാൻ ചേഞ്ച് ചെയ്യുന്നില്ല. ക്രീമോട് ഇട്ടിട്ടാണ് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നത്. നല്ല പൊടി പോലെ നന്നായിട്ട് നമുക്ക് അരിഞ്ഞ് കിട്ടണം. മിക്സിയിൽ ഒരു തരി പോലും ഉണ്ടാവാൻ പാടില്ല. അപ്പം നമ്മളിത് നന്നായിട്ട് ബിസ്ക്കറ്റെല്ലാം നന്നായിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടണം, ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു ബാറ്റർ നന്നായിട്ട് കിട്ടില്ല. പിന്നെ ഞാൻ ആരോ റൂട്ടിൻ്റെ ഒരു 8 ബിസ്ക്കറ്റും കൂടി ഇട്ട് പൊടിച്ചതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റും ഒറിയോയുടെ ബിസ്ക്കറ്റുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ബേക്കിംഗ് സോഡ ഇല്ലെങ്കിൽ കേക്ക് നന്നായിട്ട് പൊങ്ങി വരത്തില്ല. അതിന് ബേക്കിംഗ് സോഡ 1 ടീസ്പൂൺ ആഡ് ചെയ്താൽ മതി. എന്നിട്ട് ഞാൻ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാൻ. അപ്പോൾ അതായത് ബേക്കിംഗ് സോഡയൊക്കെ നന്നായിട്ടൊന്ന് അതിൽ മിക്സ് ആക്കണം. അതിനുശേഷം പാലാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇതിൽ ഉപയോഗിക്കുന്ന എല്ലാം റൂം ടെമ്പറേച്ചറിലുള്ളതും ആയിരിക്കണം, ഇല്ലെങ്കിൽ കേക്ക് കറക്റ്റ് ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് റൂം ടെമ്പറേച്ചറിലുള്ള സാധനങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ. അപ്പോൾ ബട്ടറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതൊന്ന് വെളിയിൽ വെച്ചിട്ട് റൂം ടെമ്പറേച്ചർ ആയതിന് ശേഷം എടുക്കാവൂ. അപ്പോൾ ഞാൻ എന്താ പാല് വെളിയിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ ഇളം ചൂടുള്ളതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പാല് ഞാൻ കുറേശ്ശെ ആയിട്ട് വേണം നമ്മൾ ബാറ്ററിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. കുറേശ്ശെ ആയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ആ ബാറ്റർ ഒരുപാട് വെള്ളം കൂട്ടിയിട്ട് കേക്കിന് കറക്റ്റ് ആ ഒരു പരുവമുണ്ട്. ആ പരുവത്തിൽ നമ്മൾ കുഴച്ച് നന്നായിട്ട് എടുത്തില്ലെങ്കിൽ ആ ഒരു കേക്കിൻ്റെ എല്ലാ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കും, കേക്കിൻ്റെ ഉള്ളിൽ വേവില്ല, അങ്ങനെ പല പല മിസ്റ്റേക്കുകൾ വരും. അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കുന്ന അത്രയും പെർഫെക്റ്റ് ആയാലേ നമുക്ക് കേക്കും നല്ല രീതിയിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ തന്നെ കുറേശ്ശെ ആയിട്ട് പാൽ അതിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് കേക്കിൻ്റെ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ആ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കട്ടകളില്ലാതെ വിസ്ക് വെച്ചിട്ട് ഒരേ ഡയറക്ഷനിൽ തന്നെ ഇളക്കണം, ഇല്ലെങ്കിൽ കേക്ക് ഭയങ്കര കട്ടിയായിപ്പോവും, സോഫ്റ്റൊക്കെ പോയി കിട്ടും. നല്ല സോഫ്റ്റായിട്ട് കിട്ടണമെങ്കിൽ അങ്ങനെ തന്നെ വിസ്കിൽ നന്നായിട്ട് കട്ടയില്ലാതെ ഒരേ ഡയറക്ഷനിൽ ഇളക്കി കൊടുക്കുക. പിന്നെ ഞാൻ കപ്പ് കേക്കിൻ്റെ ഒരു ഇതാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ബിസ്ക്കറ്റിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നെയ്യ് പുരട്ടിയിട്ട് അതിനകത്തോട്ട് ഈ ബിസ്ക്കറ്റിൻ്റെ നേരത്തെ പൊടിച്ചത് ഇച്ചിരി ഇട്ട് കൊടുത്തിട്ട് ഞാൻ ബാറ്റർ കുറേശ്ശെയായിട്ട് ഓരോന്നിലും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ വേറൊരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി പകുതിയെ ഞാൻ ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ബാറ്റർ എല്ലാം കറക്റ്റ് ആ ഒരു പരുവത്തിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ബാറ്റർ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ആ കപ്പ് കേക്കിൻ്റെ മോൾഡിലോട്ട് ആ കപ്പ് കേക്കിൻ്റെ പകുതിയായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ കുറച്ച് ചോക്ലേറ്റിൻ്റെ ചെറിയ ക്യൂബ് അതിൻ്റെ നടുക്കായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കിതൊന്ന് മെൽറ്റായി കേക്ക് വെന്ത് വരുമ്പം അതൊന്ന് പൊളിച്ചെടുക്കുമ്പോൾ നല്ലൊരു ചോക്ലേറ്റ് ലാവ പോലെ നമുക്ക് ആ ചോക്ലേറ്റ് ലാവ കേക്കായിട്ട് നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ചോക്ലേറ്റ് നടുക്ക് വെച്ചിട്ട് ബാക്കിയുള്ള ബാറ്ററും കൂടെ പിന്നെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ചോക്ലേറ്റ് ലാവ കേക്ക് ഈ ബിസ്ക്കറ്റ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ബാക്കി വന്ന പോർഷനിലോട്ട് ആ ചോക്ലേറ്റ് കവർ ചെയ്ത് നിൽക്കുന്ന പോലെ ഞാൻ ബാക്കി ബാറ്ററോട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേറെ ഒരു ഇൻഗ്രീഡിയൻസും ഇതിന് ആഡ് ചെയ്യുന്നില്ല. ഇനി നമ്മൾ കേക്കൊന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓവനിലൊന്നുമല്ല വെക്കുന്നത്. നമ്മൾ അപ്പച്ചെമ്പിലാണ്. നിങ്ങളുടെ അവിടെയൊക്കെ അപ്പച്ചെമ്പിന് എന്താ പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ ഈ പാത്രത്തിന് എന്താ പറയുക? അപ്പം ഞങ്ങളുടെ കപ്പച്ചെമ്പെന്നാണേ പറയുന്നത്. അപ്പം ഞാൻ അത് ഒരു 5 മിനിറ്റോളം നേരത്തെ താഴ്ച്ചിട്ട് വെള്ളം വെച്ചിട്ട് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലേക്ക് നമ്മുടെ കപ്പ് കേക്കിൻ്റെ ബാറ്റർ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്.
ഇതൊരു 20 മിനിറ്റ് മാക്സിമം മതിയാവും. 20 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുത്താൽ നമ്മുടെ ചോക്ലേറ്റ് ലാവ കപ്പ് കേക്ക് റെഡി ആയി കിട്ടും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് നടുക്ക് ചോക്ലേറ്റ് ഇങ്ങനെ വെന്ത് വരുമ്പോൾ പൊളിച്ചെടുക്കുമ്പോൾ നല്ല മെൽറ്റായിട്ട് വരും. നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. അപ്പോൾ ഞാൻ ദേ 20 മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് റെഡി ആയോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ടൂത്ത് പിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ പപ്പടക്കമ്പി ഉണ്ടെങ്കിൽ അതെടുത്തൊന്ന് കുത്തി നോക്കുക. അപ്പം നമുക്ക് ഒന്നും ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ കേക്ക് വെന്തോന്ന് കറക്റ്റായി. ഞാൻ ആ നടുക്കാണ് കുത്തി നോക്കിയത്. അതായത് നമ്മുടെ ചോക്ലേറ്റ് ഇരിക്കുന്ന ആ ഒരു ഭാഗമല്ലേ, അപ്പോൾ അവിടെ മെൽറ്റായിട്ടായിരിക്കുമല്ലോ ഇരിക്കുന്നത്. അപ്പം അതല്ലാതെ സൈഡൊന്ന് കുത്തി നോക്കിയപ്പോഴത്തേക്കും വെന്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കേക്ക് നല്ല അടിപൊളി പെർഫെക്റ്റായിട്ട് കേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റിലൂടെ പറയണേ. അപ്പം എല്ലാവരും ലൈക്ക് തന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സഹായിക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ പറയണേ. അപ്പം നമ്മുടെ ഈസി ചോക്ലേറ്റ് 3 ഇൻഗ്രീഡിയൻറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് ഇത് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നൊന്ന് വന്ന് പറയണം കേട്ടോ. ഇനി ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.